ത്രിത്വൈക ദൈവത്തിനും കൃപാസനം അമ്മയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷാജു അഗസ്റ്റിൻ. ഇതെൻ്റെ ഭാര്യ ജാസ്മിൻ ഷാജു. ഞങ്ങൾ പാലാരിവട്ടം, എറണാകുളം ജില്ലയിൽ പാലാരിവട്ടത്തു നിന്നാണ് വരുന്നത്. ഞാൻ ചെറിയൊരു റിയൽ എസ്റ്റേറ്റ് ബിൽഡറാണ്. അതായത് സ്ഥലം വാങ്ങി വീട് പണിത് വിൽക്കുന്ന ബിസിനസ്സാണ് എൻ്റേത്. അപ്പോൾ ഞാൻ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് പണിതിരുന്നു. അഞ്ച് വീടിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് പണിതിരുന്നു. അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് ഞാൻ കരുതിയിരുന്നത് വളരെ എളുപ്പം വിറ്റ് പോകുമെന്നാണ് പണി തീർന്നപ്പോൾ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒരുപാട് പേര് വീട് വന്ന് നോക്കി. അതിൽ 2 പേര് ടോക്കൺ തന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് വളരെ പെട്ടെന്ന് വിറ്റ് പോകുമല്ലോ എന്ന്. പക്ഷേ എന്നിട്ടും ആ ടോക്കൺ തന്നതെല്ലാം മാറിപ്പോയി. അതിനുശേഷം ഞങ്ങളിവിടെ ഇതിൻ്റെ മുമ്പിൽ കൂടി പലതവണ പോകാറുണ്ടെങ്കിലും ഈ കൃപാസനത്തിലൊന്ന് കയറണമെന്ന് അതുവരെ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് ഇങ്ങനത്തെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാം എന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നു. പക്ഷേ ആദ്യ തവണ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ തിരക്ക് കാരണം ആകെ ഒരു അസ്വസ്ഥതയായിരുന്നു. അന്നും ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നില്ല. അതിനുശേഷം വീണ്ടും ഒരു തവണ കൂടി വന്നപ്പോഴാണ് ഇവിടെ ഒരു സാക്ഷ്യം കേട്ടത്. ഒരു ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫാമിലി വന്നിട്ട് ഭർത്താവിന് മകളുടെ കല്യാണമായി. പക്ഷേ ഭർത്താവിന് പെട്ടെന്ന് കണ്ണ് കാണാതെയായി. അപ്പോൾ ഇവർ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കെട്ടിവരുന്ന പയ്യനെ ഇന്ന് കാണാൻ പറ്റില്ലല്ലോ ഭർത്താവിനെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദൈവം അവർക്ക് അദ്ദേഹത്തിന് കാഴ്ച കൊടുത്തു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി വിശ്വാസമായി. അപ്പം ഞങ്ങൾ പിറ്റേ ആഴ്ച വന്നിട്ട് സാക്ഷ്യം ഉടമ്പടി എടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ആഴ്ച ഞങ്ങളിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലവും ഉപ്പും പിന്നെ തേനും ഞാൻ വിൽക്കാനുള്ള 5 വീടാണ് ഞാൻ പണിതതെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തു. ബാക്കി 4 വീടാണ് എനിക്ക് വിൽക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ 4 വീടിൽ ഞാൻ ചെന്ന് എന്നും ഈ ഉപ്പും അതിൻ്റെ ചുറ്റിനും ഉപ്പും പിന്നെ ഈ തേനും കൃപാസനം തൈലവും ഞാൻ ഡോറയിലും അതിൻ്റെ ഓരോരോ ഭാഗങ്ങളിലും ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഓഗസ്റ്റ് 28-ാം തീയതി ആയപ്പോഴും ഒന്നും നടന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കാണണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഓഫീസിൽ നിന്ന് ബ്രദർ പറഞ്ഞു, അങ്ങനെ കാണാൻ പറ്റില്ല, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഇത്രയും ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 90 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് നടന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിൽ ഞങ്ങൾ ഇവിടുന്ന് പോയി. അതിനുശേഷം ഞാൻ ഓഗസ്റ്റ് 5-ാം തീയതി ഉടമ്പടി എടുത്തു. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ മനസ്സിൽ സെപ്റ്റംബർ 5-ാം തീയതിക്കുള്ളിൽ ഏതെങ്കിലും ഒരു വീടെങ്കിലും നടക്കണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ അപ്പോൾ ഞങ്ങൾ കാറിലിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയും മകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സെപ്റ്റംബർ 8-ാം തീയതിയാണ് അവർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ ജന്മത്തിരുന്നാളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോയി. സെപ്റ്റംബർ 5-ാം തീയതി 4-ാം തീയതി വരെ ഒന്നും നടന്നില്ല. സെപ്റ്റംബർ 5-ാം തീയതി ആയിക്കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടി വന്നു. അവർക്ക് വീട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അന്ന് തന്നെ അവർ ടോക്കൺ തന്നു. അതിനുശേഷം സെപ്റ്റംബർ 7-ാം തീയതി വേറൊരു പാർട്ടി വന്നു. അവരും വീടിന് ടോക്കൺ തന്നു. അതിനുശേഷം സെപ്റ്റംബർ 9-ാം തീയതി വേറൊരു പാർട്ടി വന്നു. അവരും ടോക്കൺ തന്നു. അങ്ങനെ 3 വീടിന് എനിക്ക് ടോക്കൺ തന്നു. 3 വീടും ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നവംബർ 11-ാം തീയതി ഇവിടെ വന്നിരുന്നു സാക്ഷ്യം പറയാനായിട്ട്. അന്ന് ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് വരാൻ പറ്റിയത്.
പിന്നെന്താ, ബാക്കി ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാം. പരിശുദ്ധ ദൈവമാതാവിന് 1000 കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ പുള്ളി പറഞ്ഞതിലൊരു ചെറിയൊരിതുണ്ട്. ഞങ്ങൾ ലോൺ എടുത്താണ്, ബാങ്കിൻ്റെ ലോൺ എടുത്താണ് ഈ അപ്പാർട്ട്മെൻറ്റ് ചെയ്തത്. അപ്പം നമുക്കൊരു സമയത്തിനുള്ളിൽ അത് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ, ലോൺ എടുത്ത് ചെയ്താലുള്ള അവസ്ഥ. ഒരു സമയം കഴിഞ്ഞപ്പോൾ ബാങ്കുകാർ ഞങ്ങളെ ഒരുപാട് ശല്യപ്പെടുത്താൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് കൃപാസനം, ഇതിൻ്റെ മുമ്പിൽ കൂടെ ഞങ്ങൾ ഒരുപാട് തവണ യാത്ര ചെയ്തവരാണ്. അപ്പോഴൊക്കെ ഞങ്ങൾക്കൊരിത് തോന്നുന്നു, ഒരു എന്താണെന്ന് വെച്ചാൽ എവിടെ എന്തുണ്ടായാലും ആൾക്കാർ ഓടിക്കൂടും എന്നുള്ളൊരു മൈൻഡാണ്. ഞങ്ങളും ഇങ്ങനെ നോക്കും, ഇങ്ങനെ ചിരിക്കും, ഞങ്ങളങ്ങ് പോവും. പക്ഷേ ബാങ്കിൽ നിന്ന് വിളികൾ വന്നപ്പോൾ ആൾക്കാരെല്ലാം വീട് കയറി ഇറങ്ങി നോക്കുക, തിരിച്ചു പോവുക. അപ്പം നമുക്കും അത് ബാങ്കിൽ നിന്ന് മാനേജർ പറഞ്ഞു, ഇത്രാം തീയതിക്കകം ഇത് അടയ്ക്കാൻ തുടങ്ങിയില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കൃപാസനം മാതാവിനോട് വന്ന് പ്രാർത്ഥിച്ചാൽ ഇത് നടക്കുമെന്ന് ഞങ്ങൾക്കൊരു തോന്നൽ വന്ന്, അങ്ങനെ ഞങ്ങളൊരു വെള്ളിയാഴ്ച ഇവിടെ വരുമ്പോൾ ഒരു 3 സാക്ഷ്യമേ ഞങ്ങൾ കേട്ടുള്ളൂ. പക്ഷേ അത് ഞങ്ങൾക്കൊന്നും, ഇവിടുത്തെ ആളും ബഹളവും ആ സാക്ഷ്യം ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല. വളരെ സൗണ്ട് കുറച്ചാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇത് ഭയങ്കര തിരക്കാണല്ലോ എന്നും പറഞ്ഞ് തിരിച്ചു പോയി. പക്ഷേ വന്ന കാരണം ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം മാതാവ് നടത്തി തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷേ പിറ്റേ വെള്ളിയാഴ്ച വരെ ഒന്നും നടന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേ വെള്ളിയാഴ്ചയും ഞങ്ങൾ വന്നു. ഇങ്ങനെ വന്ന് ഞങ്ങളവിടെ കസേരയിലിരിക്കുക. അപ്പം ഒരു സാക്ഷ്യമാണ് ഈ പുള്ളി പറഞ്ഞത്. ബാംഗ്ലൂരിൽ നിന്ന് വന്നേ ഒരമ്മ പറഞ്ഞൊരു സാക്ഷ്യം, അത് ഞങ്ങളെ വല്ലാണ്ട് അങ്ങ് കുലുക്കി. അത് കഴിഞ്ഞ് ചെന്നപ്പോൾ ഒരു ടോക്കണായി, അതങ്ങ് മാറിപ്പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറിപ്പോയി. പിന്നെ പിറ്റേ ശനിയാഴ്ച വന്നാണ്, 3 ആഴ്ച അടുപ്പിച്ച് വന്ന് ആ ശനിയാഴ്ച വന്നാണ് പുള്ളി ഉടമ്പടി എടുത്തത്. സെപ്റ്റംബർ 5 പുള്ളി എടുത്തു. ഞാനും മോളും പുറത്തിരുന്ന് സെപ്റ്റംബർ 8 ഓഗസ്റ്റ് 5-ാം തീയതി ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 5-ാം തീയതി പുള്ളി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളും മോളും സെപ്റ്റംബർ 8-ാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ 3 ദിവസത്തിനുള്ളിൽ 3 വീടും ടോക്കണായി. ഇപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഞങ്ങളെ ഒത്തിരി കടത്തിൽ നിന്നും കടക്കണിയിൽ നിന്നും ഞങ്ങളെ ഈ മാതാവ് അനുഗ്രഹിച്ചു. ഇപ്പം ഞങ്ങൾ ഒരുപാട് പേരോട് ഇത് സാക്ഷ്യം പറയുകയും ഒരുപാട് പേര് ഞങ്ങൾ ഈ പത്രം വിതരണം ചെയ്യും. ഞങ്ങൾ ഇവിടെ എപ്പോഴും എല്ലാവരും പറയും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇത് വിതരണം ചെയ്യണമെന്ന്. പക്ഷേ ഞങ്ങൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പത്രവും കൊണ്ട് ചെന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, പത്രം അവിടെ ഇട്ട് അവർക്ക് അതൊന്നും ഈ പത്രമൊന്നും അവർക്ക് വേണ്ട. ശരിക്കും പറഞ്ഞാൽ അവിടെ എല്ലാ കസേരയിലും ഈ പത്രം കിടക്കുക, അവിടെ താഴെ ഇട്ട് ചവിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ പത്രം ചുരുട്ടി അങ്ങ് പിടിച്ച് കൊടുത്തില്ല ഞങ്ങൾ. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഫുഡ് മേടിച്ച് കൊടുക്കാമെന്ന്. അപ്പം നോക്കിയപ്പോൾ അവിടെ ഫുഡ് ഇഷ്ടം പോലെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതും തോന്നിയില്ല. പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇവർക്ക് ഒരു ദിവസത്തേക്കെങ്കിലുമുള്ള പൈസ കൊടുക്കാമെന്ന് ഓർത്ത്. അന്ന് നമ്മൾ വിറ്റ് പൈസ ഞങ്ങളുടെ കയ്യിലിരുന്ന കാരണം അന്നൊരു 10 പേർക്കൊരു 500 രൂപ വെച്ച് അവിടെ വെച്ച് തന്നെ കൊടുത്തു. അങ്ങനെ പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പേ ഞങ്ങളങ്ങനെ വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാക്കാറില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരും എന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങൾ. പക്ഷേ അതോടുകൂടി ഇവിടെ വന്ന് വിശ്വസിച്ചോടുകൂടി പിന്നെ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ കൊന്ത ചൊല്ലത്തില്ലായിരുന്നു. കൊന്ത ചൊല്ലുകയില്ല. വിശ്വാസ പ്രമാണം ഒരു ഇതായിട്ടങ്ങ് ചൊല്ലും. പക്ഷേ ഞങ്ങൾ ചുറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ സ്ഥിരമായിട്ട് പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. എന്നാലും ഞങ്ങൾക്ക് കൊന്ത ചൊല്ലാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് 2 പെമ്മക്കളാണ് ഉള്ളത്. ആ പിള്ളേർ 2 പേരും ഡോക്ടേഴ്സാണ്. അവരെ പഠിപ്പിക്കുക. കൊന്ത ചെല്ലുമ്പോൾ ഒത്തിരി സമയം പോകുമല്ലോ. അതുകൊണ്ട് അല്ലാത്ത പ്രാർത്ഥനകൾ ചൊല്ലും, വിശ്വാസ പ്രമാണവും ചൊല്ലും. പക്ഷേ വിശ്വാസ പ്രമാണത്തിൽ വലിയ വിശ്വാസമില്ല. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് കൊന്തയുടെയും വിശ്വാസ പ്രമാണത്തിൻ്റെയും ഒരു ശക്തമായ ഒരു ഇത് ഞങ്ങൾക്ക് മനസ്സിലായത്. അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എവിടെ ചെന്നാലും ഞങ്ങൾ വെറുതെ ഇരുന്നാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയ ഉടനെ വിശ്വാസ പ്രമാണം പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇത് കാശുരൂപവും മാറ്റുകയില്ല. എവിടെ ചെന്നാലും ഞങ്ങൾ അതും കൊണ്ടേ പോവുള്ളൂ. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഏകദേശം
2-3 മാസം കൂടുമ്പോഴെങ്കിലും. അതിനു മുമ്പും ഞങ്ങൾ ചെയ്യുമായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അറിയാമല്ലോ. നിങ്ങൾ 2 പിള്ളേർ ഡോക്ടേഴ്സ് ആവണമെങ്കിൽ അതിനുള്ള പൈസ മുടക്ക്. അപ്പം ഞങ്ങളുടെ കയ്യിൽ പൈസ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആരും ഞങ്ങളുടെ മുമ്പിൽ വന്ന് കൈ നീട്ടിയാലും ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിലും കൊടുക്കും, അവർക്കും കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ശക്തമായിട്ട് ഞങ്ങൾ 2-3 മാസം കൂടുമ്പം ഓൾഡ് ഏജ് ഹോമിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഓൾഡ് ഏജ് ഹോമിലും ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ എറണാകുളത്തൊക്കെ ഒത്തിരി ഓൾഡ് ഏജ് ഹോമിൽ ഒത്തിരി ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ റൂറലായിട്ടുള്ള ഒരു സപ്പോർട്ടും ഇല്ലാത്ത ഒത്തിരി ഓൾഡ് ഏജ് ഹോമും ഒത്തിരി കൊച്ചുങ്ങളുള്ള ഓർഫനേജസ് ഉണ്ട്. നമ്മൾ ഒരു നേരത്തെ ഫുഡും ഞങ്ങൾ അവർക്ക് ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, ഇതൊക്കെ കൊച്ചുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ കൊണ്ടുചെല്ലുമ്പം മാതാപിതാക്കൾ ഉപേക്ഷിച്ച പിള്ളേരെ കാണുമ്പം നമുക്കത് ഭയങ്കര ഒരു ഭയങ്കര ഒരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നു. അപ്പം ഇതുവരെയുള്ള ദൈവം ഇത് ശക്തമാക്കിയതോടുകൂടി ഞങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു ഞങ്ങളുടെ കുടുംബത്തെ. ഒരു പ്രാർത്ഥനാ നിയോഗവും കൂടെ ഉണ്ട് എനിക്ക്. ഈ അപ്പാർട്ട്മെൻറ്റ് ചെയ്തതോടുകൂടി പുള്ളിയുടെ മുട്ട് നടന്ന് കയറി മുട്ടിന് ഭയങ്കര നീരായി. അപ്പം ഞങ്ങളൊരു ഡോക്ടറെ കാണിച്ചൊരു ഇഞ്ചക്ഷൻ ചെയ്തിരിക്കുവാണ്. കുറവുണ്ട്, എന്നാലും അത് മാറിയിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ സമയം വൈകിയത് കൊണ്ടാണ് അത് മാറാത്തതെന്നാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി